ഹായ്, ഹൈറേഞ്ച് ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ മുഖം കാണിച്ചൊരു സ്വാഗതം പറയുന്നത്. ഇന്ന് ഞാൻ വീട്ടിൽ ചിക്കൻ മേടിച്ചു. അപ്പോൾ ആ ചിക്കൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു അൽഫാം ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാട്ടോ. അൽഫാമൊക്കെ തിന്നാൻ തോന്നുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അൽഫാം ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ നമ്മുടെ കൊതി മാറുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ കുബൂസ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് വേണ്ട മാവാണ് ആദ്യം റെഡിയാക്കേണ്ടത്. അതിന് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം, 1 കപ്പ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇടുവാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 7 കുബൂസ് റെഡിയാക്കാനുള്ള മാവിന് വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ മാവ് എടുക്കുന്നതിൻ്റെ അളവോടെ കാണിച്ചു തരാം. നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കലക്കി മാറ്റി വെക്കണം കേട്ടോ. സത്യത്തിൽ ഞാൻ കലക്കാൻ മറന്നുപോയി, പക്ഷെ ഞാൻ പിന്നീട് കലക്കുന്നുണ്ട്. ഇതാ, പിന്നെ ഞാനിനി മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത്രയും ഈ ഒരു കപ്പളവിൽ മാവ് എടുത്തിട്ടുണ്ട്. മൈദാ മാവാട്ടോ എടുത്തേക്കുന്നത്. മൈദാ മാവ് എടുത്ത് നമ്മളിങ്ങനെ ഇട്ടു. ഇനി ഞാൻ പറഞ്ഞില്ലേ കലക്കാൻ മറന്നുപോയെന്ന്, അത് കലക്കിയിട്ട് ഞാൻ ഒരു 10 മിനിറ്റോളം ഞാൻ മാറ്റി വെച്ചിരുന്നു. മാറ്റി വെച്ചതിന് ശേഷം ഞാനത് നന്നായിട്ട് കുഴയ്ക്കുകയാണ്. അത് കുഴയ്ക്കുന്നത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ട് വേണം കേട്ടോ അതിങ്ങനെ കുഴയ്ക്കാൻ. അപ്പോൾ പാത്രത്തിലൊക്കെ നമുക്കിത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവായിട്ട് മാറും. അപ്പോൾ ഇത്തിരി നേരം ക്ഷമയോട് കൂടി നമ്മളിത് കുഴച്ചെടുക്കുക. ഈ കുഴ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായി. നമുക്കിതിനി ഒരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം. ഇതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ ചിലർ തുണിയൊക്കെ വെച്ച് മൂടാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 മണിക്കൂർ നമുക്കത് വെക്കണം മാറ്റി. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ മസാലയൊക്കെ തൂത്ത് വെക്കാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. അതിന് വേണ്ടി നമ്മളിത് കറി വെക്കാനായിട്ട് മേടിച്ച കഷ്ണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മളിത് കുറച്ച് കഷ്ണങ്ങൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റുവാണ് കേട്ടോ. ഫ്രൈ അല്ല, ഇതൊരു ഫ്രൈ എന്ന് പറയാം. നമ്മളൊരു ഷാലോ ഫ്രൈ പോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇങ്ങനെ ബേക്കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതും അടുക്കളയിൽ തന്നെയാണ് അരങ്ങേറുന്നത്. അപ്പോൾ നമുക്കിനി മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 മുളക്, പച്ചമുളക്, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഒരു 5-6 എണ്ണം വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. സഹായത്തിനായിട്ട് മോളാണ് കൂടെ നിൽക്കുന്നത്. അവൾക്കിങ്ങനെ എല്ലാത്തിനും കൂടാനൊക്കെ താല്പര്യമാണ്. അപ്പം ഞാനും കൂടെ കൂട്ടും. രസമല്ലേ ഇതൊക്കെ, അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കൊടുക്കാറുണ്ട്. അതാണ് കാണുന്നത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. കൈ കൊണ്ടൊക്കെ തോണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഞങ്ങൾ കൈയിട്ടിളക്കിയില്ല. കൈയിട്ടിളക്കിയ കൈയുടെ വിവരം അറിയാവുന്നതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് തന്നെ കേട്ടോ ഇളക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. നല്ല രീതിയിൽ ഇത് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ല കേട്ടോ. പക്ഷേ എനിക്ക് വെക്കാൻ സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഞാനത് നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് ഇളക്കിയിട്ട് നേരെ അടുപ്പത്തോട്ട് കയറ്റുക ചെയ്തത്. ഒന്നാമത് നമുക്ക് സമയം പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇത് ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ഇത് നമുക്കിങ്ങനെ അതായത് നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. എണ്ണയിലാണ്, പക്ഷേ എണ്ണയിലേക്ക് മുക്കി പൊരിക്കുന്നതല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ
പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇളക്കി മാറ്റി വെക്കാനുള്ള സമയമില്ല. അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് ആക്കുവാണ്. ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു ഫ്രൈയിങ് പാനിൽ നമ്മളിങ്ങനെ ഗ്യാസിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അടുപ്പത്താണെങ്കിലും ഇതുപോലൊരു വറുക്കുന്നൊരു പാത്രത്തിൽ വെച്ചാൽ മതി. അതിലേക്ക് ഒരു ശകലം എണ്ണ ഇങ്ങനെ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് അങ്ങനെ കരിഞ്ഞു പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രൈയിങ് പാനിൽ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഇത്തിരി എണ്ണ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെല്ലാ കഷ്ണവും പെറുക്കി ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ ഇളക്കി വെച്ചേക്കണ എല്ലാം തന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എല്ലാം വെക്കുക കേട്ടോ. കാരണം ഇത് വെന്ത് വരുമ്പം ചുരുങ്ങും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടമില്ലാന്ന് തോന്നിയാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇടവായിക്കോളൂ കേട്ടോ. ചിക്കൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റി ഉണങ്ങി വരുമ്പം നമുക്ക് നന്നായിട്ട് ഇടം കിട്ടും. അപ്പം അതുകൊണ്ട് തിങ്ങിയിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കണ്ട. ഇച്ചിരി ഇടയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അടുപ്പത്തോട്ടാക്കി ഇനി നമ്മൾ ഇങ്ങനെ പയ്യെ പയ്യെ മുരിയുന്ന രീതിയിൽ, അതായത് ഒരു മീൻ വറക്കണ സെറ്റപ്പ്, കറക്റ്റ് പറഞ്ഞാൽ അതാണ് ശരി. നമ്മൾ മീനൊക്കെ വറക്കണ പോലെ പതുക്കെ പതുക്കെ ഇരുന്ന് ഒരു ചെറിയ തീയിലിരുന്ന് ഇത് വേവണം കേട്ടോ. വെന്ത് പതുക്കെ ഉണങ്ങി മറിച്ച് ഉണക്കി എടുക്കണം. അപ്പോൾ അതങ്ങനെ അവിടെ ഒരു സൈഡിൽ അങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളിത് എല്ലാം മറിച്ച് തിരിച്ചെല്ലാം വെക്കുക. പിന്നെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ കാലത്തെ പണി തുടങ്ങണം, ഇല്ലെങ്കിൽ നന്നായിട്ട് സമയമെടുക്കും. നമ്മളിതിപ്പോൾ വീട്ടിലൊക്കെ സ്ഥിരം ചെയ്യുന്നവരല്ലല്ലോ, നമ്മളപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തായാലും താമസം വരും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് പിച്ചിയിട്ടിട്ടുണ്ട്. നമുക്ക് കുബൂസിൻ്റെ അടുത്ത പണി നോക്കാം കേട്ടോ. ഇത് ഏകദേശം 2 മണിക്കൂറായി. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ വെച്ച ആ ബോൾ ഒരു ഇരട്ടിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതെടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആദ്യം നമ്മൾ കുഴച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒന്നുകൂടെ നമ്മളത് കുഴച്ച്, അപ്പോൾ ആ പൊന്തി വന്നതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുക്കി വന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. നമുക്കിനി അത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാനുണ്ട്. ഇനി അത് കയ്യിൽ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മളൊരു നന്നായിട്ട് വൃത്തിയാക്കിയ ടേബിൾ ടോപ്പിലേക്കാട്ടോ നമ്മളിപ്പോൾ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലക വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പം നമുക്ക് ഇവിടെ എളുപ്പത്തിന് ഞാൻ ഇതിൻ്റെ ടോപ്പിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയ സ്ഥലമായിരിക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി, അപ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പോൾ കുറച്ച് മൈദപ്പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എടുത്ത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ട് അതെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളിതുപോലെ ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുകയാണ്. ഉരുട്ടിയെടുത്തിട്ട് നമ്മളിതിന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു കറക്റ്റ് ഭാഗമായിട്ട്. ഇതിപ്പോൾ മൊത്തം എല്ലാം കറക്റ്റ് അളവൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കറക്റ്റ് അളവിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണത്തിനുള്ള രീതിയിലാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ആ കട്ട് ചെയ്തത് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കാം. കുബൂസിന് വേണ്ടിയിട്ട് ഒരു 2 ചപ്പാത്തിയുടെ മാവ് നമുക്ക് വേണം. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് പണിയാൻ വന്നിട്ടുണ്ട്. അതാണ് ഒരു കുഞ്ഞിക്കൈ ഇടയ്ക്ക് കണ്ടത്. അതെടുത്തിട്ട് നമുക്കിത് ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ മൈദപ്പൊടി നമ്മളതിലേക്ക് തൂക്കി കൊടുക്കുന്നത്. നമ്മൾ ഒരു ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ, പക്ഷേ നമുക്കിത് ഇച്ചിരി കട്ടിക്ക് വേണം. കട്ടിക്ക് വന്നാലേ നമുക്കത് പൊന്തി വരുള്ളൂ. ഒരു ഇങ്ങനെ സ്പോഞ്ച് പോലെയല്ലേ നമ്മുടെ കുബൂസ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ പൊന്തി വരണമെങ്കിൽ കട്ടിയായിട്ടുണ്ടെങ്കിലാണ് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി വലുപ്പമാക്കണ്ട. കുറച്ച് കടയിലൊക്കെ കിട്ടുന്നത് കണ്ടിട്ടില്ല, ചെറിയ വലുപ്പത്തിലല്ലേ, ആ ഒരു വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടാവണം. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. അല്ല, ഒരു മൂടുപാത്രം വെച്ച് മൂടിയാൽ മതി കേട്ടോ. ഞാനതും കൊണ്ടാണ് മൂടുന്നത്, അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പം തന്നെ മൂടുക. അപ്പം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ കൈവച്ചാട്ടം മറിച്ച് തന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർ കൈ കൊണ്ടെടുക്കുക.
ഇല്ലാത്തവർക്കൊരു ചട്ടകം ഉപയോഗിക്കണം കേട്ടോ. ഞാനിപ്പോൾ കൈവച്ചാണ് എടുക്കുന്നത്. ഇപ്പം അത് ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കൊരു തവി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ അത് മൊത്തത്തിൽ പൊന്തി വരും. ഞാനങ്ങനെ ചെയ്തില്ല. തീരെ സമയം പോരായിരുന്നു. പിന്നെ വിശപ്പും കൂടിയ കാരണം പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സെറ്റപ്പിന് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുട്ടയുടെ വൈറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇത്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി അല്ലി, ഒരു പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഇത്രയാണ് ചേർത്തത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പം ഒരു റിഫൈൻഡ് ഓയിലാണ് നമ്മളിപ്പോൾ അതിലേക്ക് ചേർക്കുന്നത്. അതൊരു 250 ഗ്രാമോളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ ഇപ്പം ഞാനെടുത്ത തവിയിൽ 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം ചേർത്ത് എരിവെല്ലാം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു തവി ചേർത്തിട്ട് ഒന്നുകൂടെ അതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം വീണ്ടും അതുപോലെ ഈ ഓയിൽ ചേർത്തതിന് ശേഷം അതുപോലെ തന്നെ വീണ്ടും അടിച്ചെടുക്കുകയാണ്. അങ്ങനെ റിപ്പീറ്റായിട്ട് 4 പ്രാവശ്യമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ തവണയായി. അത് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം നോക്കുമ്പോൾ അത് ഒരു ക്രീമി ടെക്സ്ചർ പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 3ാമത്തെ കൂടെ ചേർക്കുമ്പോൾ ഏകദേശം ആകും. ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ. കാരണം ഇത്രയും എണ്ണ നമ്മൾ അതിലേക്ക് അടിച്ച് കയറ്റുവാണ്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് ഈ മയോണൈസ് ഒട്ടും കൊള്ളില്ലാത്ത കേട്ടോ. കൊളസ്ട്രോളൊക്കെ വരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് വൈസ് നല്ല സാധനമാണ്, പക്ഷേ ആരോഗ്യ വൈസ് ഒട്ടും നമുക്ക് ശരീരത്തിന് പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് ഈ അൽഫാം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതൊക്കെയാണല്ലോ കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒന്നും തയ്യാറാക്കി കഴിക്കരുത്. വല്ലപ്പോഴുമേ ചെയ്യാവുള്ളൂ. അതും പറ്റുമെങ്കിൽ മയോണൈസ് ഒഴിവാക്കണം. പിന്നെ ഇത് നമുക്കിത് അതൊരു ആഗ്രഹമായതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ദേ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരടപ്പ് വിനാഗിരിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അതോടുകൂടി നമ്മുടെ മയോണൈസ് റെഡി ആട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ് കിട്ടിയത്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സൈഡ് ഡിഷായിട്ട് ക്യാരറ്റും പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിതൊന്ന് പൊട്ടിച്ച് കാണിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.